ലോക ഭൂപടത്തിൽ ആ കൊച്ചു ഭൂപ്രദേശം ഒരു കണ്ണീർക്കണമായി മാറിയിരിക്കുന്നു. ഗാസ പിടിച്ചെടുക്കാൻ കരയാക്രമണം കടുപ്പിച്ച ഇസ്രായേൽ സൈന്യം നഗരം പൂർണ്ണമായും വളഞ്ഞിരിക്കുകയാണ്. ഹമാസിനെ ഒന്നാകെ ഉന്മൂലനം ചെയ്യാൻ ടാങ്കുകൾ രൂക്ഷമായ പീരങ്കി ആക്രമണമാണ് ഇപ്പോൾ നടത്തുന്നത്. ഗാസയിലെ 1% ജനതയും പലായനം ചെയ്തു കഴിഞ്ഞു. 65,000-ന് മുകളിൽ ആളുകൾ കൊല്ലപ്പെട്ടു. 20,000-ലധികം കുട്ടികൾ മരിച്ചതായാണ് കണക്കുകൾ. പരിക്കേറ്റവർ 1.5 ലക്ഷത്തിന് മുകളിൽ. ഇതിനിടെയാണ് ഇസ്രായേലുമായി $6.4 ബില്യൺ ആയുധ ഇടപാട് നടത്താൻ അമേരിക്ക കോൺഗ്രസിന്റെ അംഗീകാരം ട്രംപ് ഭരണകൂടം തേടിയിട്ടുള്ളത്. അത്യാധുനിക പോർ ഹെലികോപ്റ്ററുകളും കവചിത വാഹനങ്ങളും അടങ്ങിയ ആയുധങ്ങൾ നൽകാനാണ് അമേരിക്കയുടെ നീക്കം. ഗാസയിൽ അടിയന്തരവും സ്ഥിരവുമായ വെടിനിർത്തൽ വേണമെന്നാവശ്യപ്പെട്ടുള്ള UN രക്ഷാസമിതിയുടെ പ്രമേയത്തെ അമേരിക്ക കഴിഞ്ഞ ദിവസമാണ് വീറ്റോ ചെയ്തത്. അതേസമയം ഇസ്രായേൽ അതിർത്തിയിൽ 100 കണക്കിന് പൗരന്മാർ യുദ്ധം അവസാനിപ്പിക്കണമെന്നും ബന്ദികളെ മോചിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട പ്രകടനവും നടത്തുന്നുണ്ട്. ഇനി ചർച്ചയാകുന്നത് യുദ്ധാനന്തര ഗാസയുടെ ഭാവിയെക്കുറിച്ചാണ്. ഗാസ നഗരം പിടിച്ചെടുക്കാൻ ഇസ്രായേലിന് സാധിക്കുമോ? പ്രൈം ഡിബേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം.